രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. തന്മകനാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. തന്മകനാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു യേശുവേ. പാട്ടുകാരൻ പാടിയതാണ്, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ, ഇത് കൃപയൊന്നു മാത്രമാ, കൃപയൊന്നു മാത്രമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ശരീരം നമുക്ക് വേണ്ടി തകർത്തത് കൊണ്ടാണ്, അവിടുത്തെ ഓരോ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്നത് കൊണ്ട്, മക്കളെന്ന പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ അവിടുന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തതിനായി കർത്താവിനെ സ്തുതിച്ചാണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ വിശുദ്ധ പകൽക്കാലം കാണുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി നന്ദി. മക്കളെന്ന പദവിയോടുകൂടെ കൃപാസനത്തിനടുത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി നന്ദി. അങ്ങയുടെ ദേഹം എന്ന തിരശീല ഞങ്ങൾക്ക് വേണ്ടി ചീന്തി ഒരു പുതുവഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നതിനായി നന്ദി. പിതാവെങ്കിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തതിനായി നന്ദി. തെറ്റിപ്പോയ ആടുകളായിരുന്നു ഞങ്ങളെ ഇടയങ്ങളിലേക്ക് മടക്കി വരുത്തിയതിനായി നന്ദി. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് രാവിലെയും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയങ്ങൾ മുഴുവനും അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തുവാൻ കൃപ ചെയ്താട്ട് അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. ആത്മനിർവലങ്ങയെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞാൻ കൃപ ചെയ്താട്ട് അങ്ങയുടെ തിരുവഴുത്തിലൂടെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കർത്താവ്, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി, ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസനെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിവർത്തിച്ച് സമാധാനത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്താട്ട് ഇന്ന് രാവിലെ ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ സ്പർശനം അനുഭവിച്ചവരായി, അങ്ങയുടെ ശബ്ദം കേട്ടവരായി, ധൈര്യം വർദ്ധിച്ചവരായി, പ്രത്യാശ വർദ്ധിച്ചവരായി മടങ്ങിപ്പോകുവാൻ കൃപ ചെയ്താട്ട് പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഈ രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. നന്ദിയോട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്നവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ഓരോ അവസരം കൂടെ കർത്താവ് തന്നല്ലോ. ഒരു നിമിഷവും എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. 150 സങ്കീർത്തനം ചേർന്ന് വായിക്കാം. ചെറിയൊരു സങ്കീർത്തനമാണല്ലോ. 150 സങ്കീർത്തനം. ലെറ്റ്സ് റീഡ് ഇറ്റ് ടുഗദർ. സാം നമ്പർ 150 വായിക്കുന്നു. യഹോവയെ സ്തുതിക്കുവീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവീൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവീൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവീൻ. അവൻ്റെ മഹിമാധിക്കുന്നതിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുവീൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ.
തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിക്കുവീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കുവീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കുവീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവീൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു എക്സ്പ്ലനേഷനും കൂടാതെ സ്തുതിക്കാൻ പറയുക. ഹല്ലേലൂയ. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കണം. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കണം. അവന്റെ സൃഷ്ടികൾ അവനെ സ്തുതിക്കണം. അവന്റെ രക്ഷിതഗണം അവനെ സ്തുതിക്കണം. അവന്റെ മക്കൾ അവനെ സ്തുതിക്കണം. മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നത് ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കൾ, സകല സൃഷ്ടികളും അവനെ സ്തുതിക്കണം. കാരണം അവൻ സ്തുതിപ്പാൻ യോഗ്യനായ ദൈവമാണ്. ഇന്ന് രാവിലെ ആർക്കെങ്കിലും നന്ദി പറയാൻ നാം കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ, സർവോപരി ദൈവത്തിന് മാത്രമാണ്. കാരണം അവൻ അതിന് യോഗ്യനാണ്. രാവിലെ അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവിന്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം ചില ഗാനങ്ങളിലൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയൊരു ഗാനമാണ് ആദ്യം പാടുന്നത്. ഇന്നയോളം എന്നെ നടത്തിയല്ലോ, മന്ന തന്നെന്നെ നീ പോറ്റിയല്ലോ, തന്നിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിടുമേ. നിങ്ങളുടെ സന്നിധി മോഹനമേ, ഉന്നത മോദത്തിന് ഉറവിടമേ, വന്നിടും നേരമേ ഞങ്ങളെ ദിവ്യ തേജസ്സാൽ പൊതിയണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ആ സാന്നിധ്യം അക്നോളജ് ചെയ്തുകൊണ്ട് ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വന്ദനം വന്ദനം ശ്രീയേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം ശ്രീയേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. ഇന്നയോളം എന്നെ നടത്തിയല്ലോ, മന്ന തന്നെ നീ പോറ്റിയല്ലോ. ഇന്നയോളം എന്നെ നടത്തിയല്ലോ, മന്ന തന്നെ നീ പോറ്റിയല്ലോ. നന്ദിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിടുമേ. തന്നിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിടുമേ. വന്ദനം വന്ദനം ശ്രീയേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. ഓ വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. ആമേൻ. നിന്നുടെ സന്നിധി മോഹനമേ, ഉന്നത മോദത്തിനുറവിടമേ. നിന്നുടെ സന്നിധി മോഹനമേ, ഉന്നത മോദത്തിനുറവിടമേ. വന്നിടും നേരം ഈ ഞങ്ങളെ ദിവ്യ തേജസ്സാൽ നിറയ്ക്കണമേ. വന്നിടും നേരം ഈ ഞങ്ങളെ ദിവ്യ തേജസ്സാൽ നിറയ്ക്കണമേ. വന്ദനം വന്ദനം ശ്രീയേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. ജീവന്റെ മൊഴികൾ ശ്രവിച്ചടിയാൻ, ജീവനെ സമൃദ്ധമായി നേടിടുവാൻ. ജീവന്റെ മൊഴികൾ ശ്രവിച്ചടിയാൻ, ജീവനെ
എന്നെ വീണ്ടവനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വന്ദനം വന്ദനം ശ്രീ യേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം ഹല്ലേലൂയ. ഓ നിന്നുടെ സന്നിധി മോഹനമേ, ഉന്നതബോധത്തിനുറവിടമേ. നിന്നുടെ സന്നിധി മോഹനമേ, ഉന്നതബോധത്തിനുറവിടമേ. വന്നിടും നേരം ഈ ഞങ്ങളെ ദിവ്യതേജസ്സാൽ നിറയ്ക്കണമേ. വന്നിടും ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ, അങ്ങയുടെ തേജസ്സാൽ, അങ്ങയുടെ സ്പർശനത്താൽ, അങ്ങയുടെ സാന്നിധ്യത്താൽ. ഹല്ലേലൂയ. വന്ദനം വന്ദനം ശ്രീ യേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. ആമേൻ. വന്ദനം വന്ദനം നന്ദിയോടടിയാർ വന്ദനം ചെയ്തിടുന്നു. ഓ വന്ദനം വന്ദനം ഹല്ലേലൂയ. ഞങ്ങളെ വന്ദനം ചെയ്യുന്നു, ഞങ്ങളുടെ സാന്നിധ്യത്തെ വന്ദനം ചെയ്യുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഓർത്ത് ഞങ്ങളൊക്കെ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ജീവനെ സമൃദ്ധമായി നേരിടുവാൻ ജീവനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, 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 thank you Lord. Praise you, praise you, praise you, praise you, praise you, praise you, praise you Lord. Hallelujah, 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 hallelujah. Hallelujah, we praise you, we praise you, we praise you. പാപക്കുഴിയിൽ ആണ്ടുപോയ നരന് മോചനം നൽകുവാൻ അവിടുന്ന് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം അതെത്രയോ വലിയതാണ്. കുരിശിലെ ഏകജാതനെ തകർത്തു വൈരികൾ, പക്ഷെ അതിലൂടെ നമുക്ക് വിമോചനം വരുത്തി. അവിടുത്തെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി മക്കളാക്കി തീർത്തു, വീണ്ടെടുത്തു. ഹല്ലേലൂയ. സ്വർഗീയ പദവി നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം. ഹല്ലേലൂയ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയരമാഴമപ്രമേയമേ. അതിനുള്ള അകലമുയരമാഴമപ്രമേയമേ. പാപക്കുഴിയിലാണ്ടുപോയ നരനു മോചനം പ്രാപിപ്പതിനു നിന്റെ ആഴമാണു കാരണം. പാപക്കുഴിയിലാണ്ടുപോയ നരനു മോചനം പ്രാപിപ്പതിനു നിന്റെ ആഴമാണു കാരണം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിലുള്ള അകലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിലുള്ള അകലമുയരമാഴമപ്രമേയമേ. അനുസരിച്ചിടാതെ അന്നെ അവഗണിച്ചതാം മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. അനുസരിച്ചിടാതെ അന്നെ അവഗണിച്ചതാം മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയരമാ
ഉയരമാഴമപ്രമേയമേ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഉയരമാഴമപ്രമേയമേ ഓ കുരിശിലേകജാതനെ തകർത്തു വൈരികൾ അനിശവും വിമോചനം വരുത്തി വയ്ക്കയോ കുരിശിലേകജാതനെ തകർത്തു വൈരികൾ അനിശവും വിമോചനം വരുത്തി വയ്ക്കയോ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഉയരമാഴമപ്രമേയമേ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഉയരമാഴമപ്രമേയമേ ഓ സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരർക്കലേയ സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും അത് നമുക്ക് ഏകിയ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കാം ഓ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഒരിക്കൽ കൂടി ആ സ്റ്റാൻസ പാടാം സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും സ്വർഗം അതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും എനിക്കലേകിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കാം അവരുടെ ആഴം ഓർക്കാം അതിന്റെ വീതി ഓർക്കാം അതിന്റെ നീളം ഓർക്കാം അതിന്റെ ഉയരം ഓർക്കാം അത് വർണ്ണിപ്പാവുന്നതിനും അധികമാണ് ഹല്ലേലൂയ 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 we thank you Lord we worship you Lord we praise you Lord we lift your holy name അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു ഹല്ലേലൂയ 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 thank you Lord ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഉയരമാഴമപ്രമേയമേ ഓ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിന്റെ ഉയരമാഴം അപ്രമേയമാണ് അവന്റെ ബുദ്ധിക്ക് അതീതമാണ് അവന്റെ വഴികൾ അഗോചരമാണ് അവന്റെ ചിന്തകൾ അഗോചരമാണ് ഹല്ലേലൂയ 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 praise you Lord 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 thank 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 you Lord യോഗ്യതല്ലാതിരുന്ന നമ്മെ യോഗ്യരാക്കി തീർത്ത മക്കളല്ലാതിരുന്ന നമ്മെ മക്കളാക്കി തീർത്ത പ്രിയ അല്ലാതിരുന്ന നമ്മെ പ്രിയരാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അതെത്രയോ വലിയതാണ് ഹല്ലേലൂയ 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 അത് നമുക്ക് ഓർക്കാം ഹല്ലേലൂയ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കൃപ 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 കൃപ. ഹല്ലേലൂയ. Thank you Lord. Thank you Lord. Yes Lord. Yes Lord. സ്തോത്രം 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 സ്തോത്രം. സമർപ്പിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം.
കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വചനത്തെ അറിയിക്കുന്നു. നമുക്കിന്ന് രാവിലെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. മറ്റു മുഖവരകളൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ പ്രിയ കുഞ്ഞുങ്ങൾ, let them come forward and say their memory verses. Standing on the promises of Christ, I came through eternal ages when His praises ring. Glory in the highest, I will shout and sing, standing on the promises of God. Standing on the promises of God, my Savior. I'm standing on the promises of God. Colossians 2 verse 10. So as to walk in a manner worthy of God, fully pleasing to Him, bearing fruits in every way, increasing in the knowledge of God. Philippians 4:13. I can do everything through Christ who strengthens me. For me and my house will serve the Lord. 1 Timothy 6 verse 11. But as for you, O men of God, flee these things: pure righteousness, godliness, faith, love, steadfastness, gentleness. And if anyone boasts, let him boast of this, that he understands and knows me, that I am the Lord, exercising loving kindness, righteousness, and judgment. And these I delight, says the Lord. Jeremiah 9:24. Because of the Lord's great love, we are not consumed. For His compassions never fail; they renew every morning. Great is your faithfulness. Lamentations 3 verse 22 to 23. 1 Peter 1 verse 18 and 19. For you know that I was not with perishable things such as silver or gold, that you were redeemed from the empty way of life handed down to you from your ancestors, but with the precious blood of Christ, a lamb without blemish or defect. I'm pressing on the upward goal for the prize of God in Christ Jesus. Philippians 3:41. 1 Peter 1 verses 18 and 19. For you already know that it is not with perishable things such as silver or gold that you are redeemed, from your empty way of life handed down to you by your ancestors, but with the precious blood of Christ, a lamb without blemish or defect. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. 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 വായിച്ചാട്ടോ ആ വാക്യം 8-ാം വാക്യം. താങ്ക് യു. നാം ഈ ഭാഗമൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇത് ഒരു ഭക്തന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ
അല്ലെങ്കിൽ ശുശ്രൂഷ കാലയളവിൽ ദൈവം കൊടുത്ത ഒരു ദർശനമാണ്. ഇറ്റ്സ് എ വിഷൻ. ഇതിന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് ദൈവം തന്നെ ചെയ്യണം. വചനത്തിൽ കാണുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങളും കോപ്പി ചെയ്യുകയല്ല, ദൈവം ചെയ്യേണ്ടത്. ഇന്ന് മെക്കാനിക്കലായിട്ട് ചെറുത് ചെയ്യാൻ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സമയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ചരിത്രത്തിലെയുമാണ്, യെശയ്യാവിൻ്റെ ശുശ്രൂഷയിലും ജീവിതത്തിലെയും ഒരു പ്രധാനപ്പെട്ട സമയമാണ്. അതിനെക്കുറിച്ച് വേദപണ്ഡിതാക്കൾ പറയുന്നത്, അതിനൊരു ടൈം ലൈൻ പറഞ്ഞാൽ, ഒരു ടൈം പറഞ്ഞാൽ BC 739 എന്നാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇനി പോയി തിരക്കുക. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് BC 739 എന്നാണ്. 52 വർഷത്തെ നീണ്ട ഭരണത്തിന് ശേഷം ഉസിയാവ് എന്ന രാജാവ് വെറുതെ അല്ല മരിച്ചത്, ഒരു കുഷ്ഠരോഗിയായി മരിച്ചു. അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചെന്ന് എഴുതിയാൽ മതിയായിരുന്നു, പക്ഷേ അത് കുഷ്ഠരോഗിയായി മരിച്ചെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവവചനം സത്യമാണ്. ചില കാര്യങ്ങളൊക്കെ വേണേൽ നമ്മളങ്ങ് ഒഴുക്കി വിടും, മൊത്തം പറയത്തില്ല. പക്ഷെ ദൈവവചനം അങ്ങനെയല്ല. ഒരുവൻ്റെ പോസിറ്റീവായിട്ടുള്ളതും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവും ഒരുപോലെ പറഞ്ഞ് മാതൃകാപരമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുവാനും നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചതിനെ ഒഴിഞ്ഞിരിക്കാനും വചനം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. Isaiah started his prophetic ministry that year, BC 739. He received prophecies from God. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം പ്രവചിക്കുകയാണ്. ആ പ്രവചനത്തിനെ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്ന, വാലിഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നെ ദൈവം എങ്ങനെയാണ് ഇതിനു വേണ്ടി വിളിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഹി ഈസ് വാലിഡേറ്റിംഗ് ഹിസ് കോൾ. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ അവിടൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ പാപത്തെ വിളിച്ചു പറയുക, ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി ഹി ഈസ് കോളിംഗ് ഔട്ട് ദ പീപ്പിൾ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ നടപ്പ് ശരിയായ നിലയിലാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നാം ഒരു ബ്ലൈൻഡ് ഫോളോവർ ആകരുത്. നാം സത്യം മനസ്സിലാക്കി വേണം ഇറങ്ങിത്തിരിക്കാൻ. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകതയെ പറ്റി പ്രിയ ആൻറ്റി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. They not only hear it, they check the scripture whether it is so. അത് അങ്ങനെയാണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കണം. We are not blind followers. ദൈവവചനത്തിലുണ്ടോ, ഈ വചനത്തിന്റെ ഉപദേശമാണോ നോക്കണം. Isaiah, he was called for the ministry and he prophesied. 6-ാം അധ്യായത്തിൽ he is authenticating what he has written in the first 5 chapters by describing how he was called. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഉസിയ രാജാവ് മരിച്ച ആണ്ടെന്ന് എഴുതിയേക്കുന്നത്. അതിന് പകരം വേണമെങ്കിൽ BC 733 എഴുതിയാൽ മതിയായിരുന്നു, അല്ലേ? അതല്ലേ ഏറ്റവും കുറച്ചും കൂടെ നല്ലത്, ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത്. BC 739 ആണ്ടിൽ ഞാൻ ആലയത്തിലേക്ക് ചെന്നപ്പോൾ ഇതുപോലൊരു ദർശനമുണ്ടായി. എന്നിട്ട് അവസാനം ഞാൻ കേട്ടു, ആരെ അയക്കേണ്ടു, ഞാൻ സമർപ്പിതനായി. അങ്ങനെയാണല്ലോ നമ്മൾ സാക്ഷ്യം പറയുന്നത്. 1989 മാർച്ച് മാസം 20-ാം തീയതി ഒരു VBS സമയത്ത് ഒരു ദൈവദാസൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സമർപ്പിതനായി. അതാ എൻ്റെ സാക്ഷ്യം. എന്നാൽ ഇത് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നേ. ഇത് പറയുന്നത് 52 വർഷം ഒരു രാജാവ് യഹൂദ നാട്ടിൽ വാണിരുന്നു. അദ്ദേഹം മരിച്ച സമയത്ത് ആ ആണ്ടിൽ എന്താ അവിടെ പറയുന്നേ? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ. ഇതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. We saw something. As I said earlier, we are not blind followers. കണ്ണുമടച്ച് പൂട്ടി ഇറങ്ങി തിരിച്ചതല്ല, ദൈവം വിളിച്ചതുകൊണ്ടാ. We saw something. We experienced something. We know it. അറിയാം. പത്രോസിന്റെ ലേഖനത്തിൽ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നോ, അറിയുക.
ദൈവിക പരിജ്ഞാനത്തെ നാം പ്രാപിക്കണം. ഓക്കെ, കോണ്ടെക്സ്റ്റിലേക്ക് വരാം, പശ്ചാത്തലത്തിലേക്ക് വരാം. പശ്ചാത്തലം കാണുന്നത് അത് ഇച്ചിരി നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിലൊന്ന് ഇരുന്ന് തരണം, അതൊന്ന് കേൾക്കണം, എന്നിട്ട് നമുക്ക് പോസിറ്റീവിലേക്ക് വരാം. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 26-ാം അധ്യായമാണ് പശ്ചാത്തലം. രാവിലെ വേറെ ഒന്നും കണ്ടില്ല, ഒരുത്തൻ കുഷ്ഠരോഗിയായതാ എന്ന് പറയുന്നത് പറയരുത്, ഇത് വചനത്തിലുള്ളതാ. ഉസിയ രാജാവ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം വായിക്കുമ്പോൾ ശൗലിന്റെ ചരിത്രത്തോടൊക്കെ ഒരുപാട് ഒക്കും. സാമാന്യങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നവനെ ദൈവം വിളിച്ച് രാജാവാക്കുക. ഇതുപോലെ he started his reign. ഉസിയാവ് രാജഭരണം ഏറ്റത് തൻ്റെ 16-ാമത്തെ വയസ്സിലാണ്. As I mentioned earlier, he reigned for 52 years. 52 വർഷം ഭരിച്ചു. തന്റെ പിതാവായ അമസ്യാവിന് പകരം താൻ രാജാവായി. Okay, let's look into the positive side of this king. ഒന്ന്, അവൻ പണിതു. 2-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും നോക്കുമ്പോൾ he was a builder. He built something. അവൻ പണിതു. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രഭാവിച്ച ശേഷം ഏലാത്ത് എന്ന് പറഞ്ഞൊരു പട്ടണമാണ്, അത് പണിതിട്ട് യഹൂദയുമായിട്ട് അത് റെസ്റ്റോർ ചെയ്തു. താഴോട്ട് പോകുമ്പോൾ ഗോപുരങ്ങൾ പണിതു, പട്ടണങ്ങളെ ഉറപ്പിച്ചു, പണിതു 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 എന്ന് ഞാൻ പറഞ്ഞ വാക്യങ്ങളിലെല്ലാം കാണാം. അവൻ പണിതു. അതൊരു പോസിറ്റീവ് കാര്യമാണ്. വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ രാജ്യത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനായ ഭരണാധികാരി 16-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങിയതാ. 2-ാമത്തെ പ്രത്യേകത, പണിയുക മാത്രമല്ല, യഹൂദയോട് താൻ ചേർക്കുകയാണ്. ഹി റെസ്റ്റോർഡ് ഇറ്റ്. അപ്പോൾ ഒരിക്കൽ വിട്ടുപോയതിനെ രാജ്യത്തോടെ കൂട്ടിച്ചേർക്കുന്ന ഭക്തൻ. പണിയെ മാത്രമല്ല, ഒരിക്കൽ വിട്ടുപോയതിനെ മടക്കി വരുത്തുന്ന ഭക്തൻ. 3-ാമത്തെ കാര്യം 4-ാമത്തെ വാക്യത്തിൽ, അതാണ് ഏറ്റവും നല്ലത്, അവൻ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. He did what was pleasing to God. അതിക്കുള്ള വേറെ വല്ലതും വേണോ? അപ്പൊ അവൻ പണിതു, അവൻ റെസ്റ്റോർ ചെയ്തു, ദൈവത്തിന് പ്രസാദമായത് ചെയ്തു. അടുത്തത് 5-ാമത്തെ വാക്യം, അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ചു. പ്രവൃത്തി മാത്രമല്ല, അവന്റെ അന്വേഷണം ദൈവത്തെയായിരുന്നു. ഇതിനകത്തെല്ലാം നമുക്ക് ആലോചനകളുണ്ട്. അത് ഏറ്റെടുക്കണം, സമർപ്പിതരായി തീരണം. എന്ത്? പണിയണം, റെസ്റ്റോർ ചെയ്യണം, ദൈവസന്നിധിയിൽ പ്രസാദമായത് ചെയ്യണം, ദൈവത്തെ അന്വേഷിക്കണം. He sought the Lord. അടുത്തത് 8-ാം വാക്യത്തിൽ, അത്യന്തം പ്രബലനായി. മറ്റൊരു ഭാഗത്തേക്ക് അവന്റെ ശ്രുതി പരന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പ്രസിദ്ധനായി. ഇതെല്ലാം ചെയ്തു. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട്. അതും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവന്റെ മിടുക്കല്ല. ഇവൻ 16-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങിയതാ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ മിടുക്കല്ല, കഴിവല്ല. പക്ഷെ അങ്ങോട്ട് അടുത്ത് നോക്കണം, മിടുക്ക് പറയണമെന്ന് കേൾക്കണമെങ്കിൽ. ഒരു വാക്യം വായിച്ചാൽ അതിനകത്ത് 50% മിടുക്കാ പറയുന്നു. മഹത്വം ദൈവത്തിൽ നിന്ന് കവർ ചെയ്യുക. ഒരു വാക്യം വായിച്ചാൽ, പിന്നെ ഒരു പാസേജ് വായിച്ചാൽ പിന്നെ പറയാൻ വേണ്ട. ഈ മനുഷ്യൻ 16-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങിയവനാ. ഇവൻ പ്രബലനായി, ഇവന്റെ ശ്രുതി പകർന്നു, ഇവൻ പണിതു, ഇവൻ റെസ്റ്റോർ ചെയ്തു, ഇവൻ ദൈവപ്രസാദമുള്ളത് ചെയ്തു, ദൈവത്തെ അന്വേഷിച്ചു. എല്ലാം ശരിയാണ്, നല്ലൊരു ബയോഡേറ്റയാണ്. ആർക്കെങ്കിലും ഹയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവനെ ഹയർ ചെയ്യണം. ഇറ്റ്സ് എ ഗുഡ് കാൻഡിഡേറ്റ്. പക്ഷെ അതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ,
ദൈവത്തെ അന്വേഷിച്ചു. കാരണം അവനൊരു ഉപദേശം കൊടുക്കാൻ ആളുണ്ടായിരുന്നു. പിന്നെ ദൈവം അവന് അഭിവൃദ്ധി നൽകിയെന്ന് പറയുന്നു. 7-ാം വാക്യത്തിൽ ദൈവം അവനെ സഹായിച്ചു, അപ്രകാരം ശത്രുക്കളുടെ മേൽ അവന് ജയമുണ്ടായി എന്ന് പറയുന്നു. 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ നിന്നും സഹായം ലഭിച്ചത് മൂലം അവൻ പ്രബലനായി തീർന്നു, അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. അപ്പൊ ആരാണ് ഇതിന് കാരണക്കാരൻ? ദൈവം. എന്തേലും ഈ ഉസിയാവിന് സാക്ഷ്യം പറയാനുണ്ടോ? ഞാൻ 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 ഒന്നുമില്ല. എല്ലാം ദൈവമാണ്. എല്ലാം ദൈവമാ. അപ്പൻ രാജാവായിരുന്നൊക്കെ ഉള്ളത് ശരിയാ, മോൻ അതുപോലെ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ദൈവം അവനെ നിർത്തി, ദൈവം അവനെ പ്രബലനാക്കി, ദൈവം അവൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി കൊടുത്തു. അവൻ്റെ ശ്രുതി നാടുകളിലെല്ലാം പരന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. ഈ മനുഷ്യൻ്റെ ഒരു നെഗറ്റീവ് ചിത്രം. 2 പ്രധാന വീഴ്ചകൾ അവനുണ്ടായി. അവൻ ബലവാനായപ്പോൾ, 16-ാമത്തെ വാക്യം വായിച്ചാൽ, ആ ഓക്കെ, ഇവിടെ നാശത്തിനായി നിഗളിച്ചു. അതൊരു വാണിംഗാണ്. ദൈവത്തെ അന്വേഷിച്ച മനുഷ്യനാണെന്ന് ഓർക്കണം. ദൈവ വഴിയിൽ നടന്നവനാണ്, ദൈവത്തിനു വേണ്ടി നിന്നവനാണ്, സ്ഥലം പണിത് റെസ്റ്റോർ ചെയ്തവനാണ്. പക്ഷെ ഇവൻ പ്രബലനായപ്പോൾ, ഇവന്റെ ശ്രുതി പറഞ്ഞപ്പോൾ ഇവന് സംഭവിച്ചത് അവന്റെ നാശത്തിനായിട്ട് അവൻ നിഗളിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഹാർട്ട് ഇഷ്യൂ. ഹൃദയത്തിന്റെ പ്രശ്നമായത്, ഹൃദയത്തിന്റെ പ്രശ്നമാണ്. 2, ഹി ആക്ടഡ് കറപ്റ്റ്ലി. മലയാളത്തിൽ ആ നിലയിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നേരില്ലാത്ത നിലയിൽ പ്രവർത്തിച്ചു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ പ്രവൃത്തി തെറ്റുന്നറിയാമോ? ഹൃദയത്തിന്റെ പ്രശ്നം. അത് ഹൃദയം തെറ്റിയത് കൊണ്ടാണ്. വചനം പറയുന്നു, ഹൃദയം നിഗളിച്ചപ്പോൾ when he became strong his heart was so proud. ഉസിയാവിനോട് നമ്മൾ മാറ്റി നിർത്തി ചോദിച്ചാൽ, ഉസിയാവിനോട് ചോദിക്കാം, ഉസിയാവേ നീ 16-ാമത്തെ വയസ്സിൽ രാജാവായതല്ലേ? You became king at the age of 16. God helped you throughout your reign. You become prosperous. You are a successful king. ആഗ്രഹിച്ച, അനുഗ്രഹിച്ച, പ്രബലനാക്കിയ, വിജയം കൊടുത്ത, നിലനിർത്തിയ ദൈവത്തെ നീ മറന്നു. മാത്രമല്ല, ഏറ്റവും വലിയ പാപം അരുതായ്മയിലേക്ക് കൈനീട്ടി. Stretching his hands towards that which is not allowed for him. അവൻ രാജാവാണ്, അതിനൊരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അതേസമയം ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്താൽ പോരെ? നോ. പ്രബലനായപ്പോൾ, ശ്രുതി പറഞ്ഞപ്പോൾ താൻ വിചാരിച്ചു എനിക്ക് ആലയത്തിലും പണി ചെയ്യാം. നോ നോ. സോ വാട്ട് ഹാപ്പൻസ് നൗ? ഇങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ, ഇത് ആത്മീക ലോകത്ത് നോക്കിയാൽ കാണാം. എന്താണ് ചെയ്യുക? അധികാരമുള്ളവർ, ദൈവമാക്കി വെച്ചവർ അരുതായ്മ ചെയ്യുമ്പോൾ ജനം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? But there were some, കുറച്ചു പേരുണ്ടായിരുന്നു, a remnant. 17-ാമത്തെ വാക്യം, പുരോഹിതനും അവനോടുകൂടിയുള്ള ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തു ചെന്നു. ഉസിയ രാജാവിനെ തടുത്തു. അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല, നിന്നെ ഇതിന് അനുവദിച്ചിട്ടില്ല, നിനക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്, അത് നീ ചെയ്യുക. ബട്ട് നോ, അവൻ രാജാവല്ലേ, അവൻ പ്രബലനായില്ലേ, അവന്റെ ശ്രുതി പരന്നില്ലേ, അവൻ സക്സസ്ഫുൾ അല്ലേ, അവൻ ചെയ്യുന്നതൊക്കെ സാധ്യമാക്കുകയല്ലേ. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാരുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ നീ പോ. ലംഘനം നീ ചെയ്തിരിക്കുന്നത് അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പായ മാനമായിരിക്കത്തില്ല.
അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ധൂപം കാട്ടാൻ താൻ തുനിയുക. പ്രിയമുള്ളവരെ, ഇവൻ ദൈവാലോചന കേട്ടോ, അവൻ ദൈവാലോചന വ്യർത്ഥമാക്കി. സർവശക്തന്റെ പരമാധികാരിയുടെ തിരുഹൃദയത്തിന്റെ ആലോചനയാണ് ദൈവാലോചന എന്ന് പറയുന്നത്. അത് ഈ പുരോഹിതന്മാരോട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ ആഗ്രഹമാ. ഇവൻ അവിടെ കയറാൻ പാടില്ല എന്നുള്ളത്. പുതിയ നമ്മുടെ സഭയെ ദൈവാലോചന എത്ര പ്രാവശ്യം നാം കേൾക്കുന്നു. അതിനെ വൃഥാവാക്കരുത്. ഇതിലെ ആലോചനയെ പുറകിൽ എറിയരുത്. ഓക്കെ ആയിക്കോളുമെന്ന് വിചാരിക്കരുത്. ഓക്കെ ആകത്തില്ല. അതങ്ങനെയല്ല ഇതിന്റെ സിസ്റ്റം. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അവൻ പരിശുദ്ധൻ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. പഴയ നിയമത്തിൽ തന്നെ ദൈവമഹത്വം കവർന്ന ബലവനായി മാറിയപ്പോൾ, ലോകപ്രകാരം സക്സസ്ഫുൾ ആയപ്പോൾ, ദൈവത്തെ മറന്നവരെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഉദാഹരണം മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നെബൂഖദ്നേസർ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ മനുഷ്യൻ ചെറിയ രാജാവൊന്നും അല്ല കേട്ടോ. യൂസിയാവിനെക്കാട്ടൊക്കെ ഭയങ്കരനാണ്. ബാബിലോണി രാജാവല്ലേ നെബൂഖദ്നേസർ. ഇദ്ദേഹം ഒരു ബിൽഡറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബിൽഡിൻ്റെ റൂയിൻസ് ഇപ്പോഴും ഉണ്ട്. എന്താ? തൂക്കുവനം, ഹാങ്ങിങ് ഗാർഡൻസ്. എങ്ങനെ അത് ചെയ്തെന്നറിയാമോ? വലിയ പില്ലറുകൾ ഉണ്ടാക്കി. ആ പില്ലറുകളുടെ മുകളിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിൽ മണ്ണ് നിറച്ചു. ആ മണ്ണ് നിറച്ചിട്ട് അവിടെ ചെടികൾ നട്ടു വനമാക്കി. അല്ല നമ്മുടെ ബാക്ക് യാർഡെ പോലെ ഉള്ള സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബാക്ക് യാർഡിലെ വനം വെള്ളത്തിൻ്റെ ബില്ല് കൂടുമ്പോൾ നമ്മളൊന്ന് ഓഫാക്കി വെക്കും. അതല്ലിത്. പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണ് നിറച്ച് അവിടെ വനമുണ്ടാക്കി. അതാണ് തൂക്കുവനം. ചെറിയ പുള്ളിയാണോ? ഇനി എന്തിനാ? ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വല്ലതും ആയിരിക്കും ആവശ്യം. This was a gift to his wife Semiramis, a Persian princess, to take care of her homesickness. അവിടെ ഉള്ളതുപോലെ ഇവിടെ അതിനുവേണ്ടി അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് സാധ്യമാക്കി കൊടുത്തത് ആരാ? ഓർക്കുണ്ടോ? ആരെ സാധ്യമാക്കി കൊടുത്തേ? ദൈവം തന്നെയാണെന്നേ. ഇവൻ ജാതി രാജാവൊക്കെയാണ്. പക്ഷേ ഈ മനുഷ്യന് ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് രാജമന്ദിരത്തിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. അത് വചനം എഴുതിയിരിക്കുന്നത് അതേ വേർഡാ ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ല. ഉലാത്തി എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരാം. പെട്ടെന്ന് പോകാം, നമുക്ക് അവിടെ അല്ല കാര്യം. എങ്കിലും ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം. അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഇതിനു മുമ്പ് സ്വപ്നം കാണുന്നത്. ദൈവം വാൺ ചെയ്യാതെ ഒരു കാര്യം ചെയ്യത്തില്ല. ഈ മനുഷ്യന് സ്വപ്നം കാണിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ സ്വപ്നം കണ്ടിട്ട് ദാനിയേലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതിന്റെ അർത്ഥം ചോദിക്കുന്നുണ്ട്. അർത്ഥം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ? 4:15 വായിച്ചാട്ട്. അതിൻ്റെ തായ്വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ട് ബന്ധത്തോടെ ഭൂമിയിലേക്ക് വെച്ചേക്കുവീൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോടുകൂടെ നിലത്ത് പുല്ല് ഉപജീവനമായിരിക്കട്ടെ. അവൻ്റെ മാനുഷിക സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. അങ്ങനെ അവന് 7 കാലം കഴിയട്ടെ. ഇത് ഇവനെക്കുറിച്ച് പ്രവചിക്കുക. ഇവൻ്റെ മുമ്പിൽ ഇവൻ കണ്ട സ്വപ്നം ദാനിയേൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ല ഇന്ന് കാണുന്ന പോലെ കണ്ടം പൂച്ചയെ കണ്ടു, കറുത്ത പൂച്ചയെ കണ്ടു, ശവപ്പെട്ടി കണ്ടു, ഇതൊന്നുമല്ല. കൃത്യമാണ് പ്രവചനം. പ്രവചനം ബൊഫേ അല്ല. പറയടാ, വന്ന വേണം എടുത്തോ, ഇല്ല എടുക്കണ്ട. അത് ബൊഫേ അല്ല പ്രവചനം. ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നതെങ്കിൽ അത് അച്ചട്ടായി നടക്കും. ഈ മനുഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇവന് ദൈവാലോചന കേൾക്കാൻ യാതൊരു മനസ്സുമില്ല. വാൺ ചെയ്തതാ. വാൺ ചെയ്യാതെ കർത്താവ് ഒരു കാര്യവും ചെയ്യത്തില്ല ദൈവസഭയിലും. പക്ഷേ 28-ാം വാക്യം വരുമ്പോഴത്തേന് ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചെന്നായിരിക്കും. ഇദ്ദേഹം രാവിലെ ഈ പറഞ്ഞതുപോലെ ഉലാത്തിയപ്പോ
രാജമന്ദിരത്തിന്റെ മേലെ ഉലാത്തുകയായിരുന്നു. അപ്പം മന്ദിരത്തിന്റെ മേലെ കയറി നോക്കിയപ്പം ഈ തൂക്കുവാനം ആ പിള്ള മണ്ടയ്ക്കോട്ട് വന്നേ. എന്നിട്ട് താൻ പറയുകയാണ്, പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റി? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്നു. അതെന്താ? ഇവൻ ജാതീയ രാജാവല്ലേ? പ്രിയമുള്ളവരെ, അതിൻ്റെ മറുപടി ഇവിടെ ഉണ്ട്. 17-ാമത്തെ വാക്യം, അത്യുന്നതനായവനാണ് മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുന്നവൻ. അത് ഓർത്തോണം. നമ്മൾ പറയും ബൈഡനാണ്, ഒബാമയാണ്, മറ്റേ ആളാണ് പിന്നിൽ നിന്ന് ഭരിക്കുന്നത്. നോ, അത്യുന്നതനാണ് വാഴുന്നത്. അവന്റെ ഭരണത്തിന്റെ കീഴിൽ നിന്നും ആരും മാറിപ്പോയിട്ടില്ല. അവന്റെ കൺട്രോളിൽ നിന്നും ഒന്നും മാറിപ്പോയിട്ടില്ല. അത്യുന്നതൻ വാഴുന്നു, യഹോവ വാഴുന്നു. മൈ ഗോഡ് റെയിൻസ്. അവനാക്കിയത്. അപ്പൊ അവർ ദൈവത്തിന്റെ മഹത്വം കവരുമ്പോൾ ദൈവം വെറുതെ ഇരിക്കുന്നതാണോ നാം വിചാരിക്കുന്നേ? നോ, മഹത്വം കവർന്നു. ദൈവത്തിന് മാത്രമുള്ള മഹത്വം. ഒരു ഉദാഹരണം കൂടെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 12 അവിടെ വേറൊരു രാജാവ് സിംഹാസനത്തിലിരിക്കുക. അവിടെ ഇരുന്ന് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഇവരെല്ലാം സംസാരിച്ചാ തുടങ്ങുന്നത്. അപ്പോൾ ഈ PR വർക്ക് ചെയ്യുന്നവരുണ്ട്. PR വർക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ. അവരാണ് ഈ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ന ആള് ഭയങ്കരനാണ് കേട്ടോ. ഇയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ PR വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു, അയ്യോ ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്, ഇത് മനുഷ്യനല്ല. ഇത് പുള്ളി എന്തോ വളരെ ബേസ് ഇട്ട് സംസാരിച്ചു. എനിക്കറിയത്തില്ല, മൈക്കിൽ കൂടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. വെറും ഒരു മനുഷ്യൻ സംസാരിച്ചപ്പോൾ അത് ദൈവത്തിന്റെ ശബ്ദമായി ഉയർത്തിയപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ സൈഡിൽ ദൂതന്മാരുണ്ട്, നിങ്ങളുടെ സൈഡിൽ ദൂതന്മാരുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയല്ലേ? എന്നാൽ ഈ മനുഷ്യൻ്റെ സൈഡിൽ ഒരാളുണ്ടായിരുന്നു, ഒരു ദൂതനുണ്ടായിരുന്നു. അത് ദൈവദൂതന്, കർത്താവിൻ്റെ ദൂതൻ. എന്ത് ചെയ്തു? എടാ, അവനെ എന്തിനാ അടിച്ച്? ഈ പറയുന്നവരെ അടിച്ച പോരെ? അടി വരുന്നത് രാജാവിനാ. എന്താണെന്നറിയാമോ? മഹത്വം കവരുന്നവനടി. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നവർക്ക് അടി പിന്നെ വരുന്നുണ്ട്. ഇത്തിരി നെഗറ്റീവായി പോയല്ലേ ഞായറാഴ്ച രാവിലെ? വാണിംഗ് ആണിത്. ഈ യോഹന്നാൻ സ്നാപകൻ ഇതുപോലായിരുന്നു. എൻ്റെ കൂട്ടാന്നല്ല ഞാൻ പറഞ്ഞു, ഇതുപോലായിരുന്നു ഞാൻ പറഞ്ഞു. പുള്ളിയുടെ അന്ത്യം എന്താണെന്ന് ദൈവം എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ആര് വിചാരിച്ചാലും അത് കഴുത്ത് വെട്ടണമേ കഴുത്ത് വെട്ടണം. അതിനിപ്പോൾ എന്താ പ്രശ്നം? കഴുത്ത് വെട്ടിയാൽ പുള്ളി സ്വർഗത്തിലല്ലേ പോകുന്നത്? അല്ല, ഇവിടെ 100 വർഷം നരകിച്ച് കഴിച്ചിട്ട് പിന്നെ വെന്റിലേറ്ററെ കയറി പോകുന്നതിനെക്കാട്ടും നല്ലതല്ലേ കഴുത്ത് വെട്ടി നേരെ അങ്ങ് പോകുന്നു? അതല്ലേ? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം അവൻ അങ്ങനെയാണ് കാണുന്നത്. ഇന്നലെ ഒരു ദൈവദാസനോട് പറഞ്ഞപ്പോൾ പണത്തോടുള്ള മനോഭാവം അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് ജസ്റ്റ് ഒരു മീഡിയം മാത്രമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു മീഡിയമാണ്. അത് പോകാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു പനി മതി. പനി, വെറും പനി. നാടുനീളായി നടന്ന എല്ലാത്തിനെയും കൈയടക്കി വെച്ച ഒരു മനുഷ്യൻ അവസാനം ഒരു പനി വന്നാ മരിച്ചേ അല്ലേ? അലക്സാണ്ടർ. പുള്ളി പെട്ടിയുടെ സൈഡിലോട്ട് കൈയിടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇന്ന് പലരും പെട്ടിക്കകത്ത് തന്നെ കൈ വെച്ചോണ്ടിരിക്കുക. എല്ലാം അതിനകത്തുണ്ടെന്നാ വിചാരം. ഈയിടെ ഒരു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കില്ല, പക്ഷെ അതൊരു ഗുഡ് ന്യൂസിനകത്ത് വന്നതാണ്. അതിനകത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുക, ശവപ്പെട്ടിയല്ലേ, പക്ഷെ അവൻ്റെ കൈ ഇങ്ങനെ വെളിയിട്ടേക്കുക. നോക്കിയപ്പോൾ ഒരു കസേര അതിൻ്റെ അറ്റത്തുണ്ട്. മരിച്ചാലും പെടത്തില്ല കസേര. എന്താ പറയാവോ? ദൈവത്തിന് മഹത്വം കവരുക. ദൈവത്തിന്റെ മഹത്വം കവരുക. Stealing what is only restricted to God. ദൈവത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന മഹത്വം കവരുന്ന സഭകൾ, കവരുന്ന പുൾപിറ്റുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവം വെറുതെയാണെന്ന് വിചാരിക്കരുത്. ദൈവം നീതിമാൻ തന്നെയാണ്. അവിടുന്ന് പരിശുദ്ധൻ തന്നെയാണ്. അവിടുന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. യാതൊരു സംശയം വേണ്ട. ഈ രാജാവ് സംസാരിച്ചപ്പോ കൂടെ നിന്ന കിങ്കരന്മാർ പറഞ്ഞു, ഇത് രാജാവല്ല,
ദൈവം പറഞ്ഞു രാജാവ് ഞാനാ. ദൈവം പറഞ്ഞു രാജാവ് ഞാനാ, ഇവന്റെ മേലെ വാഴുന്ന ഞാനാ. അതാണ് ഇതിന്റെ പശ്ചാത്തലം. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നേ, ഇവൻ മരിച്ച സമയം. ഇവന് സംഭവിച്ചത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ആലയത്തിൽ കയറി, ഇദ്ദേഹം അരുതാത്തത് ചെയ്തപ്പോൾ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ചെറിയ കാര്യമാ. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ പുരോഹിതന്റെ മണ്ടയ്ക്കല്ലേ ചാടിക്കയറാൻ പറ്റുള്ളൂ, അല്ലേ അല്ലേ അച്ഛാ? പുരോഹിതന്റെ മണ്ടയ്ക്കേ ചാടിക്കയറാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ ചെന്ന് ഇത് കോപം കാണിക്കൂ? വീട്ടിൽ ചെന്ന് കോപം കാണിച്ചാൽ ഇറങ്ങി പോകാൻ പറയും. പക്ഷെ പുരോഹിതന്റെ മണ്ടയ്ക്ക് ചാടാം, അങ്ങനെ ആക്കി വെച്ചേക്കുന്ന ദൈവം. പക്ഷെ ചാടിയത് കൊണ്ട് എന്താ സംഭവിച്ചേ? ഇവൻ അവിടെ വെച്ച് തന്നെ കുഷ്ഠരോഗിയായി തീർന്നു. ഇവന് നെറ്റി കുഷ്ഠം പൊങ്ങി. ഇവൻ സക്സസ് ആയിരുന്നു കേട്ടോ. 16-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങിയതാ. ദൈവം അവൻ്റെ കൈയുടെ പ്രവൃത്തിയെ സാധിച്ചതാ. അവൻ യഹൂദയെ റെസ്റ്റോർ ചെയ്തതാ. അവൻ്റെ ശ്രുതി പരന്നതാ. പക്ഷെ അതൊന്നും കാര്യമല്ല കേട്ടോ. അത് ഒരു കാര്യമില്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ദൈവഭയത്തിലാണോ? ഇപ്പോൾ ദൈവകൃപയിലാണോ? ഇപ്പോൾ ദൈവത്തോടുള്ള ഭക്തി എങ്ങനെയുണ്ട്? പണ്ടങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് യാതൊരു അർത്ഥമില്ല. ഈ മനുഷ്യൻ സക്സസ് ആയിരുന്നെങ്കിലും ഇവൻ അരുതാത്തത് ചെയ്തത് കൊണ്ട് ദൈവം അവനെ തൊട്ടു. ഉസിയാവ് രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. ആലയത്തിലേക്ക് പ്രശ്നമായിരുന്നതാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. ഇന്ന് ഇവനെ അങ്ങ് എടുത്താൽ പോരായിരുന്നു. നോ, ഒരു എക്സാമ്പിളാക്കി വെച്ചേക്കുക. ഒരു എക്സാമ്പിളാക്കി വെച്ചേക്കുക. അരുതാത്തത് ചെയ്താൽ, ദൈവ മഹത്വം കവർന്നാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല. പ്രിയമുള്ളവരെ, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൈവം പറയുന്നേ. ഇവിടെ ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്തുനിന്ന് പകുതി മഹത്വം കവരാനുള്ള ശ്രമമാണ്. നോ, അങ്ങനെ ചെയ്യരുത്. മുഴുവനും ദൈവത്തിന്റെ കൃപയാണ്. നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്, കൃപയൊന്ന് മാത്രമാണ്. ഈ മനുഷ്യനത് ചിന്തിക്കാമായിരുന്നു. ഉസിയാവ് അവൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അതാണ് യെശയ്യാവ് 6. അതവിടെ എഴുതിയേക്കുന്നത്. ഉസിയാവ് മരിച്ച ആണ്ടിൽ. അതാണ് പശ്ചാത്തലം, കോണ്ടെക്സ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഇനി യെശയ്യാവിൻ്റെ ഹൃദയത്തിലൂടെ പോകാം. കോൺടെംപ്ലേഷൻ, അവലോകനം ചെയ്യുക. ഈ മനുഷ്യൻ ഒരു യങ് പ്രവാചകനാണ്. ഈ സീൻ ഇങ്ങനെ ഓപ്പൺ ആക്കി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇദ്ദേഹം ടെമ്പിളിലോട്ട് ഇങ്ങനെ ചെല്ലുന്ന ഒരു സീനാണ് അവിടെ പറയുന്നത്. ഇദ്ദേഹം ഭവനത്തിൽ നിന്ന് ഇറങ്ങിയതൊന്നും പറയുന്നില്ല, അല്ലേ? അപ്പോൾ ടെമ്പിളാണ് സീൻ. ഇദ്ദേഹം അവിടെ ചെല്ലുകയാണ്. ഇമ്മീഡിയറ്റ് ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സക്സസ്ഫുൾ ആയിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ പോകുന്നത് എന്തായിരിക്കും? അദ്ദേഹം നോക്കിയപ്പോൾ ഒരു സിംഹാസനം empty ആയിട്ട് കിടക്കുക. ചെറിയൊരു കാര്യമാണോ? ഈ രാജ്യത്തിന് വേണ്ടി നിന്നൊരു ഭക്തനായിരുന്നവൻ, 52 വർഷം ഭരിച്ചവൻ, യഹൂദയെ റെസ്റ്റോർ ചെയ്തവൻ, ശത്രുവിൻ്റെ മുമ്പിൽ പോലും നല്ല പേരുള്ളവൻ, ധൈര്യശാലിയാണ്. അവിടെ പറയുന്നുണ്ട് പട്ടാളത്തെയൊക്കെ പുള്ളി ബിൽഡ് ചെയ്തു. ചെറിയ കാര്യമല്ല. പക്ഷെ ഇപ്പോൾ ആ രാജാവിൻ്റെ സിംഹാസനം എംറ്റിയാണ്. ഈ മനസ്സോടെ ആയിരിക്കാം അദ്ദേഹം ആലയത്തിലേക്ക് ചെന്നത്. പക്ഷെ ദൈവം പറയുക, ഇത് എംറ്റി അല്ല, എൻ്റെ സിംഹാസനത്തിൽ ഞാനുണ്ട്. അതാണ് ആദ്യത്തെ സീൻ. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിരിക്കുന്നവൻ അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, പലരും അവിശ്വസ്തരായി മാറും, പലരും വിട്ടുപോയെന്നിരിക്കും, പലരും ദൈവഹിതമില്ലാതെ പ്രവർത്തിച്ചെന്നിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് മാറ്റമില്ല. അവൻ ഇന്നും സിംഹാസനത്തിലുണ്ട്. സങ്കീർത്തനത്തിൽ അടുപ്പിച്ച് പറയുന്ന 3 വാക്കുകളുണ്ട്. സങ്കീർത്തനം 93, 97, 99. യഹോവ വാഴുന്നു, മൈ ഗോഡ് റെയിൻസ്. ദൈവമാക്കി വെച്ചവർ അവിശ്വസ്തരായി തീരട്ടെ, ദൈവത്തെ വിട്ടുപോകുന്നവരുടെ സംഖ്യ വർദ്ധിക്കട്ടെ. പക്ഷെ എന്നാലും ദൈവം വാഴുന്നു. അതിന്റെ നടുവിൽ വിശ്വസ്തരായി
ആലയത്തിൽ നടക്കേണ്ടാത്തത് നടക്കുമ്പോൾ ധൈര്യത്തോടെ ഇറങ്ങിച്ചെല്ലുവാൻ പുരോഹിതന്മാരെ ദൈവം അന്വേഷിക്കുന്നു. അടുത്തത് ഞാൻ പെട്ടെന്ന് പോവാം. കൺഫെഷൻ. 1 കോണ്ടെക്സ്റ്റ്, 2 കോൺടെംപ്ലേഷൻ, 3 കൺഫെഷൻ, ഏറ്റുപറച്ചിൽ. ഇതാണ് ദൈവസാന്നിധ്യത്തോടുള്ള പ്രതികരണം. യഥാർത്ഥ സാന്നിധ്യം, ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ നാം നമ്മിലേക്കാണ് നോക്കുന്നത്. തമാശയോടെ ചിലർ പറയാറുണ്ട്, ദൂത് വരുമ്പോൾ കുനിഞ്ഞു കൊടുക്കരുത്, പുറയിലിരിക്കുന്ന ആളുടെ നെഞ്ചത്തിടിക്കുമെന്ന്. എടാ, അത് ദൂത് വരുന്നത് നിങ്ങളോട് തന്നെ. അത് അവിടെ കാരാഴ്മയിലുള്ള ബിജുവിനോടല്ല, ഇവിടെ ഇരിക്കുന്ന ജെയ്സനോടാ സംസാരിക്കുന്നത്. എടാ, ഞാൻ അവിടെ ഉള്ളവരോടെന്തിനാ ഇവിടെ നിന്ന് വലിച്ചു കീറുന്നേ? ഇന്നത്തെ ദൂത് നമ്മളോട് തന്നെയാ, ഒരു സംശയം വേണ്ട. പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് വിഷയം. കൺഫെഷൻ, ഏറ്റുപറച്ചിൽ, അനുതാപം. സിംഹാസനം കമ്പയർ ചെയ്തപ്പോൾ ഒരു സിംഹാസനം എംപ്റ്റി ആണ്. ഒരു സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയവനായിരിക്കുന്നു. അവൻ പരിശുദ്ധനാണ്. സാറാപ്പുകൾ അവനോട് പറയുന്നത് വേറൊന്നുമല്ല, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 3-ാം വാക്യം, ഒരുത്തനോടൊരുത്തൻ. ഇവിടെ ഞാനും ടോമും തമ്മിലല്ല സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കർത്താവിന്റെ ദാസൻ പറയുന്നത്, ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ ടോം വന്നുകൊണ്ടല്ല, ചന്ദ്രനങ്ങളിൽ വന്നുകൊണ്ടല്ല, അവൻ ഇവിടെ ഉള്ളതുകൊണ്ടാ. അവൻ ഇവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ അവനെ ആരാധിക്കാനാ വന്നത്. അവനാണ് ഞാൻ മഹത്വം കൊടുക്കുന്നത്, മറ്റാർക്കുമല്ല. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളു നിറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്താൽ അത് ദൈവത്തിന് പ്രസാദമാ. വെറുതെ ആരും ആയിരിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ അധരത്തിലൂടെ മറ്റുള്ളവർ കാണുക പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ കഴിയും. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ കഴിയും. സിംഹാസനത്തിലിരിക്കുന്ന ദൂതന്മാർ, സാറാഫുകൾ മഹത്വപ്പെടുത്തുന്ന ഒരു ദർശനം. ഹല്ലേലൂയ. നമ്മളിതൊന്നും കണ്ടിട്ടില്ല, അതായി പ്രശ്നം. നമ്മളിത് കണ്ടിട്ടില്ല. പലപ്പോഴും നമുക്ക് ദൈവത്തെ അറിയത്തില്ല. നാം ചാടി ചാടി വളയമില്ലാതെ ചാടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ആദ്യം വളയത്തിനകത്തായിരുന്നു ചാട്ടം, ഇപ്പൊ വളയോ ഇല്ല, ഒന്നുമില്ല, വെറുതെ ചാടുക. അതാകൊണ്ട് ഞാൻ പറഞ്ഞത്, ആത്മാവിന്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ നടന്നാൽ നാം അനുതപിക്കും, അല്ലാതെ വെറുതെ ചാടുകയല്ല. യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഉണർവിന് വേണ്ടി ഞാനും ദാഹിക്കുക. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല, നാം മാനസാന്തരത്തിലേക്ക് വരും, നാം മോചനത്തിലേക്ക് മടങ്ങി വരും. ദൈവസഭയിൽ യഥാർത്ഥ ഉണർവ് ഉണ്ടാകാൻ ആഗ്രഹിക്കണം. മെക്കാനിക്കൽ ഉണർവല്ല, അത് നമുക്ക് ചെയ്യാം, പക്ഷെ അത് നിൽക്കത്തില്ല. നിലനിൽക്കുന്ന ഉണർവ് എൻ്റെ ഉള്ളിലെ മാനസാന്തരത്തിന്റെ ഫലമായി വരും. കൺഫെഷനിലേക്ക് വന്ന് എന്താണ് അദ്ദേഹം പറഞ്ഞതറിയോ? ഞാനാണ് അശുദ്ധൻ. അയ്യോ കഷ്ടം! ആർക്ക്? എനിക്കയ്യോ കഷ്ടം. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ? ദൈവമേ, ഇന്ന് എന്നോട് സംസാരിച്ചല്ലോ, എൻ്റെ പാപത്തെ നീ ചൂണ്ടിക്കാട്ടിയല്ലോ, എനിക്ക് മടങ്ങി വരേണ്ടതിനുള്ള ആലോചന തന്നല്ലോ. അടുത്തത് ക്ലെൻസിങ്, ശുദ്ധീകരണം. പ്രിയമുള്ളവരെ, കൺഫസ് ചെയ്യാൻ ആര് തയ്യാറുണ്ടോ അവിടുന്ന് ഫോർഗീവ് ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ യാഗപീഠത്തിൽ നിന്ന് ഒരു ദൂതൻ കൊടുലുകൊണ്ട് ഒരു തീക്കനലെടുത്ത് എന്റെ അധരത്തെ തൊടുവിച്ചു. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വാ, ഞാൻ ചെക്ക് ചെയ്യാം നീ ശുദ്ധി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണോ പറഞ്ഞേ. അന്നേരം തന്നെ ദൈവപ്രവൃത്തി ഇൻസ്റ്റന്റ് ആണ്, യഥാർത്ഥ പ്രവൃത്തി ആണെങ്കിൽ. മറ്റേതാണ് ഈ പിന്നെ TV-ക്കകത്ത് കാണിക്കുന്നത്, കാല് മടങ്ങി വന്ന ഒരുത്തൻ പിന്നെ അതുപോലെ തന്നെ പോയിട്ട് പറയുക ദൈവ സൗഖ്യം കൊടുത്തു.
അതെന്നാ തട്ടിപ്പാ അത്? കാലിങ്ങനെ വെച്ചോണ്ട് തന്നെയാ വന്നേ, തിരിച്ചു പോകുന്നു അങ്ങനെ തന്നെയാ. പക്ഷെ ഇവിടെ പ്രഖ്യാപിക്കുക അവൻ സൗഖ്യം വന്നു, അവിടെ സൗഖ്യം വന്നു. ഇത് കളിപ്പീരല്ലേ? ഇത് ജനത്തെ വാണിഭമാക്കുകയല്ലേ? അങ്ങനല്ലിത്. യാഗപീഠത്തിലെ കൊടിലുകൊണ്ട് ദൂതൻ ഇവന്റെ നാവിൽ തൊടുവിപ്പിച്ചപ്പോൾ ഉടനടി ശുദ്ധീകരണം. You know why? He confessed wholeheartedly. മനസ്സ് നിറഞ്ഞവൻ ഏറ്റു പറഞ്ഞു, ദൈവമേ ഞാനാണ് അശുദ്ധൻ, എന്റേതാണ് പ്രശ്നം, എന്നിലാണ് തെറ്റുള്ളത്. ഏറ്റു പറയാൻ എത്ര പേർ തയ്യാറാകും? അത്ഭുതം ഉടനടി നടക്കും. ദൈവത്തിന്റെ പ്രവർത്തിക്ക് തടസ്സം നാം തന്നെയാണ്. നാം ഏറ്റു പറയാൻ തയ്യാറുണ്ടെങ്കിൽ, നാം അനുദപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നാം സബ്മിസീവ് ആകാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തോട് പ്രോപ്പറായിട്ട് പ്രതികരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം ചിലത് ചെയ്യാൻ താമസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ ഗാർഡ് റെയിൽസ് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നാം അവനെ ഭയന്നോടാൻ വേണ്ടി അല്ല. അങ്ങനെ ദൈവം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമ്മുടെ പാപത്തോട് നാം വെറുക്കണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ ഗാർഡ് റെയിൽസ് ഉണ്ട് അല്ലേ, കൈവേരികളുണ്ട്. അതിനെ നാം ഭയപ്പെടണമെന്നാണോ അതിൻ്റെ അർത്ഥം? നോ, അത് നമുക്ക് വേണ്ടി വെച്ചേക്കുന്നല്ലേ, നാം വീഴാതിരിക്കാൻ വെച്ചേക്കുമല്ലേ, അതിനെ നമ്മൾ സ്നേഹിക്കുകയല്ലേ വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ട്രംപ് വരുമ്പം ഇവിടെ ഒരു പാലത്തിനും ഗാർഡ് റെയിൽ വേണ്ടെന്ന് നമ്മൾ പറയൂ? നോ, വീണ്ടും ഗാർഡ് റെയിൽ വെക്കാനേ പറയുള്ളൂ. ദൈവവചനത്തിൻ്റെ ഗാർഡ് റെയിൽ, ദൈവം പരിശുദ്ധൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത് നാം പാപത്തെ വെറുക്കാൻ വേണ്ടിയാണ്. ഒരു ഭക്തന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം അങ്ങയുടെ പരിശുദ്ധി എന്നെ അങ്ങേ കൂടുതൽ സ്നേഹിക്കാനും എൻ്റെ പാപത്തെ വെറുക്കാനും എന്നെ പ്രേരിപ്പിക്കുന്നു. അങ്ങേ കൂടുതൽ സ്നേഹിക്കാനും എൻ്റെ പാപത്തെ വെറുക്കാനും അങ്ങയുടെ പരിശുദ്ധി എന്നെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ യെശയ്യാവിന്റെ മുമ്പിൽ ദൈവം കാട്ടിയ ചിത്രം ഒന്ന് നോക്കിക്കേ. സിംഹാസനം ഇല്ലാത്ത രാജാവിന്റെ മുമ്പിൽ സിംഹാസനത്തിനായി നിൽക്കുകയാണ്. അശുദ്ധനായി കുഷ്ഠരോഗിയായി കിടന്ന ഉസിയാവിന് മുമ്പിൽ പരിശുദ്ധനായി ഒരുവൻ നിൽക്കുക. എത്ര വിവിഡായിട്ടുള്ള പിക്ചറാണ് ദൈവം കാണിക്കുന്നേ. ദൈവത്തിന് നമ്മളോട് ഇടപെടാൻ പറ്റും, ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ പറ്റും. ഇന്ന് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നാം അത് ഏറ്റെടുത്താൽ മാത്രം മതി. ഒരു ക്ലെൻസിങ്ങിനായി നാം സമർപ്പിച്ചാൽ മാത്രം മതി. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നുള്ളതാണ് കാര്യം. ദൈവവചനം. When God forgives, He forgets. പിന്നെ ചെന്ന് പറയല്ല, ദൈവമേ ഞാൻ 24-ാമത്തെ വയസ്സിൽ ഇത് ചെയ്തായിരുന്നു, ദൈവത്തോട് പറയണ്ട. അവിടുന്ന് എപ്പോഴേ അത് മറന്നുപോയി. ഞാൻ ആഴിയുടെ ആഴത്തിൽ നിന്റെ പാവങ്ങളെ ഇട്ട് കളഞ്ഞെന്നാ പറഞ്ഞേ. അത്രയ്ക്ക് വിശ്വസ്തനായവനവൻ, അത്രയ്ക്ക് വിശ്വസ്തനാ. ഹല്ലേലൂയ. അടുത്തത് മുന്നോട്ട് പോവാം, അവസാനത്തെ. അപ്പം ശുദ്ധീകരണം വന്നു, പിന്നൊരു വിളി കേൾക്കാം അല്ലേ. ആര് പോവും? കോൺസിക്രേഷൻ, പ്രതിഷ്ഠ, സമർപ്പണം. ഈ 4-ാമത്തെ പോയിന്റും കൂടെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകല്ലേ. ഏതാ? കോണ്ടെക്സ്റ്റ് മനസ്സിലായി, അവലോകനമൊക്കെ ചെയ്തു, ക്ലെൻസിങ് ഒക്കെ പ്രാപിച്ചു, പിന്നെന്താ? പക്ഷേ ഈ അവിടം കൊണ്ട് പോലെ ശുദ്ധീകരണത്തോട് മാത്രമല്ല, നമുക്കൊരു സമർപ്പണം ആവശ്യം. എല്ലാ വചന ശുശ്രൂഷയിലും ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. ഈ വിളി കേട്ടു യെശയ്യാവ് അല്ലേ. വിളി കേട്ടിട്ട് വിളി എന്തായിരുന്നു? ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ അടിയനെ അയക്കണമേ. എങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതാ വിശ്വാസം. ഏതാ? എങ്ങോട്ടാണെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങോട്ടാണെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ്. എത്ര പേർ അതിന് തയ്യാറാകും? സഭയിൽ നിന്ന് പോകുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്.
ദൈവവേലയുടെ കാര്യമാണ് പറഞ്ഞു. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്ന കാര്യമാണ് പറഞ്ഞു. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാൻ ദൈവം വിളിക്കുമ്പോൾ അതിനു മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ എത്ര പേർ തയ്യാറാകും? God is calling today also. Let us consecrate ourselves. നമ്മൾ കോണ്ടെക്സ്റ്റ് ചിന്തിച്ചു. കോണ്ടംപ്ലേഷൻ, കൺഫെഷൻ, ക്ലെൻസിങ്, ആൻഡ് ദ ലാസ്റ്റ് വൺ കോൺസിക്രേഷൻ. ഈ വിളി റെസ്പോണ്ട് ചെയ്തത് യെശയ്യാവ് മാത്രമല്ല. യെശയ്യാവ് മാത്രമല്ല റെസ്പോണ്ട് ചെയ്തത്, അനേക ഭക്തന്മാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വിളി കേട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. 17 മുതൽ 19 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ധ്യാനത്തോടെ തിരുമേശയോടെ നമുക്ക് അടുത്ത് വരാം. ഈ വിളി വായിച്ചാട്ടെ. ആ ആ ആ ആ ആ നിങ്ങൾക്കത് മനസ്സിലായോ? എൻ്റെ പ്രവൃത്തിയിലൂടെ ചിലർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ അവർക്ക് വേണ്ടി വിശുദ്ധീകരിച്ചു മാറ്റിവെക്കുക. അതാ കോൺസിക്രേഷൻ എന്ന് പറഞ്ഞു. പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കുക, സമർപ്പിച്ചു വേർതിരിയുക. അതാണ് യെശയ്യാവ് ചെയ്തത്. യെശയ്യാവിന്റെ വിളി യെശയ്യാവിന് ലഭിച്ചപ്പോൾ യെശയ്യാവ് ആ ഉദ്ദേശത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ സമർപ്പിതനായി. പിതാവിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യേണ്ടതിന് പുത്രൻ തമ്പുരാൻ വന്ന ശേഷം പ്രാർത്ഥനയിൽ, മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുക, അവരെ ഞാൻ വിശുദ്ധീകരിക്കേണ്ടതിന് അവർക്കായി എന്നെ ഞാൻ വിശുദ്ധീകരിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ സാങ്ക്ടിഫൈ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഐ സെപ്പറേറ്റ് മൈസെൽഫ് ഫോർ ദം, ഐ കോൺസിക്രേറ്റ് മൈസെൽഫ് ഫോർ ദം, and that is how we got sanctified. അങ്ങനെയാണ് നമ്മെ അവൻ വിശുദ്ധീകരിച്ചത്. ഇനി അതിൻ്റെ ഒരു ചിത്രം കാണണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2-ലേക്ക് വരണം. ഇപ്രകാരം വേർതിരിഞ്ഞ് താണിറങ്ങി വന്ന ചിത്രമാണ് അവിടെ പറയുന്നത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എത്ര മനോഹരമായ ചിത്രം! ആരായി വന്നത്? ദൈവരൂപത്തിലിരുന്നവൻ, ദൈവരൂപത്തിലിരുന്നവൻ. Although he existed in the form of God, did not regard equality with God, but he emptied himself. ആ emptied himself നെ കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്നെ തന്നെ നോ എന്ന് പറഞ്ഞു. He said no to himself. ആ മഹത്വം ഉരിഞ്ഞു വെച്ചത് എന്നെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ. ഇതാ യോഹന്നാൻ 17 പ്രാർത്ഥിക്കുന്നു. He consecrated himself. അവൻ വേർതിരിഞ്ഞു. He obeyed the call. അവൻ പിതാവിന്റെ വിളി കേട്ടു. He said no to himself. അവൻ തന്നെത്താൻ ഒഴിച്ചു. He identified himself to us. എബ്രായ ലേഖനം 2:17 വായിക്കാമോ? അവിടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം, Epistle to Hebrews chapter 2 verse 17. ആകേണ്ടതിന് തൻ്റെ സഹോദരന്മാരെന്ന് വെച്ചാൽ ഞാനും നിങ്ങളുവാ. എന്തുവാ?
സദൃശനായി തീർന്നു. ആരോടാ? ഈ പാപിയായിരുന്ന എന്നോട് സദൃശനായി ഒരുവൻ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. തന്നെ ശകാരിച്ചവർക്ക് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആരും കയറ്റിയതല്ല, അവൻ തന്നെ കയറി. കയറുന്നതിന് മുമ്പ് എന്റെ പാപം കൂടി എടുത്തു. എന്റെ പാപം ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിടലാൽ എന്റെ പാപരോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. A thing to be grasped. മനസ്സിലാകുന്നതിനപ്പുറം. അതുപോലെ നമ്മൾ പാടിയ ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അതിന്റെ ഉയരം, അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അത് വർണ്ണിക്കാവുന്നതിലും അപ്പുറമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം പറയാ, നിങ്ങൾ തെറ്റിയുള്ള നാടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി. He restored us. He restored us. He restored us back to our Father. പിതാവിലേക്ക് നമ്മളെ മടക്കി വരുത്തി.